വളർത്തേണ്ടത് അങ്ങനെയല്ല. ഈ കുട്ടി ഇന്നതുപോലെയുള്ളതാണ്, ആ കുട്ടിക്ക് ഇന്നതിന് യോഗ്യത ഉണ്ടാകും, നിങ്ങളതുകൊണ്ട് ഇന്നതുപോലെ ചെയ്യാവുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇത് തന്നെ വേറെ പഠിച്ചു കല്യാണം വരുമാനം അത് പ്രസവിച്ച പോലെ എന്നെ ഇട്ടിരിക്കുന്നു. പഴയ ഞാൻ തമാശ പറഞ്ഞെന്നറിയാം. ഇവന്റെ ഈ അതി ആഗ്രഹം പോണെങ്കിൽ കൂടെ പോവെങ്കിൽ ഇത് പറഞ്ഞ കൊച്ചിനെ കുറിച്ച് ചെറുപ്പത്തിൽ അതിനോട് ആശ്രമത്തിൽ വന്നപ്പം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള കുട്ടികൾ അതിനോട് കൂടരുത്, ഏത് തലയുള്ളതാണ്. വിനാമത്തിന് എന്റെ സഹോദരൻ കൂടെ നടന്നായിരുന്നു, അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞ ആരോട് പറയാം. എന്നിട്ട് ഇപ്പൊ അവര് ഈ ഞാനുമായിട്ട് അടുപ്പിക്കാതെ തോന്നിപ്പിക്കും. കൊച്ചിനെ ഒരുപാട് പഠിക്കാനുള്ള മേൽക്കോസ് അതാണ് അവർക്ക് 10-15 ഈ ഏജിലൊക്കെ വളരെ പ്രത്യേകത നല്ല കുട്ടിയായി അതിന് അതിനൊക്കെ കൈകൊട്ടിയിരുന്നു. അത് ഇതെന്നെ കണ്ടാ തീർത്തും എന്റെ അടുത്ത് തോന്നി. ഞാൻ പഴയ സ്വഭാവമില്ല കൊച്ചു. അത് അങ്ങനെയുള്ള കുട്ടി ഇവരെ എനിക്ക് പോയി. ഇന്ന് ഇവര് ഗുരുപൂജയൊക്കെ നടത്തിയതാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങളെ ചെയ്തു കൊടുത്ത്. അതിനുശേഷം ജനിച്ച കുട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഇവരോട് സംസാരിക്കുന്നത്. ഇന്നലെ ആരോട് സംസാരിച്ചില്ല. ആരോട് വീരേന്ദ്രകുമാറിന്റെ മകളും. അതായത് ഇതെന്തിന് പറയുന്നു നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നു. വീരേന്ദ്രകുമാറിന്റെ മകളോട് ഞാനിത് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടായിരിക്കും പറയുന്നത്? അവർക്ക് ക്ഷേമം ഉണ്ടാകുന്നു വേണ്ട. ആ അഭിമാന ബോധം ഉണ്ടാകുകയാണ് വേണ്ടത്. വീരേന്ദ്രകുമാറിന്റെ ഗുരുവയിലേക്ക് ഒരു 6.25 മണിക്കൂർ ആലോചിച്ച് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം ഗുരുവിലേക്ക് ചെയ്തു കൊടുത്ത് അവർ ഈ പരമ്പരയെ നിൽക്കത്തില്ല എന്ന് ഗുരു പറഞ്ഞു. ഞാൻ എങ്ങനെ ഇവരോട് പറഞ്ഞു? അതെ, അത് നിൽക്കില്ല എന്നുള്ളത് അറിയാം. അന്ന് തന്നെ പറഞ്ഞു. ആദ്യത്തെ ഗുരുവിലേക്ക് ഇതെന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? നമ്മൾ ഗുരുപൂജ ചെയ്യുന്നു, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പം ഒന്നും പരീക്ഷ എത്ര അപ്പൊ ഇത് സാറിനോട് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഒരു ഇതിനെ തടഞ്ഞു നിർത്തണം. അല്ലാതെ
അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചില ദോഷം ചെയ്യും. അത് ചെയ്തതിന് ശേഷം ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാറ്റം പോലെ കാണുമ്പോ എനിക്ക് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ പഴയമുള്ള മനസ്സിനെ മാറ്റമുണ്ട്. ശ്രമിക്കുന്നുണ്ട്. ആഗ്രഹം ഇതൊന്ന് എന്നെ വന്ന് കാണാൻ താമസം കുറെ നേരം നിന്നാ കണ്ടത്. മനഃപൂർവ്വം ഞാൻ വിളിക്കുക എന്താന്നറിയാം, ഇവൻ അപ്പൊ ഓടിക്കളയും. എന്ത് ചെയ്യുന്നൊന്നുമില്ല. ഇവര് ഈ നാട്ടിലുള്ളവരെ എത്രയും വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ വിളിക്കും. നല്ലവൻ പറഞ്ഞയച്ചത് അതെന്താണ്? നമുക്ക് നമ്മുടെ മക്കളെ പറ്റി വായിക്കാൻ വകയുണ്ടോ ഇല്ലയെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് മനസ്സില്ല. ഞാൻ പറഞ്ഞ ഇത് പോരല്ല. പിന്നെ ഇതുകൊണ്ട് ഇന്നലെ വളരെ പേരോട് ഇന്നലെ സംസാരിക്കും ഇങ്ങനെയുള്ള ധൈര്യത്തിന് വേണ്ടി. അതാണ് എന്റെ തൊട്ടടുത്ത് നല്ലതുകൂടെ ഇരിക്കുന്നത്. അതായത് നമ്മളൊരു കല്യാണം എന്ന് പറയുന്നത് തികച്ചും ഒരു സത്യസന്ധമായ കർമ്മമാണ്. ഇത് ഈ ആണിനെയും പെണ്ണിനെയും മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല അവരുടെ കയ്യിൽ നിന്നാണ് നല്ല സന്താനം വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൃഹസ്ഥാശ്രമേ ആയിട്ട് വീട്ടിലായതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇത് സന്യസിക്കാനുള്ള ഏതോ ഒരു സ്വതന്ത്ര വേലയാണെന്ന്. അല്ല, ഇല്ലാതെ എടുക്കാൻ അല്ല. ചിലപ്പോ അങ്ങനെ ചിട്ടിമാർക്ക് ഇങ്ങനെ പലതല്ലേ. ഇത് നമ്മുടെ കാര്യം പറയാണ്. അവിടെ അത് അവര് പാലെടുത്ത് കളയിൽ കുടിക്കരുത്. ഇങ്ങനത്തെ ഇത് കേൾക്കാനൊന്നുമില്ല. സംഭവിക്കാനില്ല. അതായത് നമ്മുടെ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ വന്നതല്ലേ ഇത്. ശാസ്ത്രങ്ങളും അതിനെ തുടർന്നുണ്ടായ ആരണ്യങ്ങളും ഉപനിഷത്തും ഒക്കെ ഈ ദേവീ ദേവന്മാരുടെ കീഴിലാക്കി. അപ്പോഴ് നമ്മൾ ആരെ പറ്റി അത് പിന്നെ നമുക്ക് നല്ല ദേവനെ തൊടാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചെയ്യുമ്പോഴേക്ക് വൈകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പൂജ നടത്തിയ ആളുകളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ വീട്ടിലൊരു പെണ്ണ് ജനിക്കുകയാണെങ്കിൽ അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കൂടി അവൾക്കൊരു നല്ല ഒരു ജീവിതം സ്വസ്ഥമായിട്ട് തരും. അല്ലെങ്കിൽ അവളെ കെട്ടുന്ന ആളിനും വിഷമമുണ്ടാവും, എന്തെങ്കിലും ഒന്നുണ്ടാവും. ഇത് ഗ്രഹശാസ്ത്രം നല്ലതുപോലെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ
വളരെ വ്യത്യസ്തമാണ്. ഇതാരും പറഞ്ഞു തരുന്നവരില്ല. ഈ ഇപ്പൊ നമുക്ക് എന്തുമാത്രം ധനം വേണമെങ്കിലും മരിച്ചു കൂട്ടമായിരുന്നു. എന്താണ് നിങ്ങളെ പറ്റിക്കാൻ എൻ്റെ കയ്യിൽ നല്ലൊരു സാധനം ഇരിപ്പുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? അല്ല, ഇനി ഞാനൊരു ചെറുപ്പക്കാരനെ എന്നെ കളിപ്പിക്കാനൊക്കെ അല്ല, അങ്ങനെ വാശിയുണ്ടെങ്കിലേ നമ്മളത് പോച്ചു. അതാണ് കളിപ്പിക്കാൻ ഒക്കാത്തതാണ് കണ്ട് കയറിപ്പോയി. മനസ്സിലായി? മറ്റവരുടെ അടുത്ത് നിൽക്കേ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് കയറാനില്ല. അതാണ് കാരണം. അതാണ് ശിഷ്യനാണ് ഗുരുവിനെ അറിയുന്നത് എന്ന് പറഞ്ഞു. ഗുരു അല്ല പറയുന്നത്. പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലായിട്ട് നമ്മുടെ തലമുറയ്ക്കെങ്കിലും അത് കിട്ടത്തക്ക ഒരു രീതി നമ്മളാണും പെണ്ണും ചെറുതും വലുതുമായിട്ട് അതിൻ്റെ പരമ്പരാഗതമായ ഒരാർജിത കർമ്മം നമുക്ക് ഉണ്ടാക്കിയത്. ഇവനോട് നീക്കടാ, എന്നോട് കാണട്ടെ, നിന്റെ പറഞ്ഞു ഇന്നവിടെ ഇല്ല, അന്ന് പുറകിരിക്കുന്ന അന്ന് പറഞ്ഞിരുന്നില്ല. എണീക്കണമെങ്കിൽ അതിനോട് ഞാൻ പറഞ്ഞിട, നീക്ക ഗുരുവിലേറ്റു എനിക്കൊന്നും പോകണ്ട, വീട്ടിൽ നിന്ന് ചായക്കൊക്കെ നോക്കിയാൽ അത് ഇവന്റെ ആ പൂച്ച പതിരിയാകുമായിരുന്നു എന്നാണ്. ശരിയെന്നു അപ്പൊ പോയി ഇന്ന് നാളെ അങ്ങോട്ട് എടുത്തിട്ട് വരുമെന്നല്ല. ആശയമൊക്കെ ഈ വണ്ണത്തിലാണ് പറയുന്നത്. നിന്നെ ഇങ്ങനെ പലപ്പോഴും ചതയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇതേ ശരിയാവും. പിന്നെ പോയിട്ട് വട ഇന്ത്യയിൽ നിങ്ങൾക്ക് വരാൻ വയ്യാതെ അവിടെ ഒരുപാട് പാലങ്ങൾ എന്തൊക്കെയാണ് നീ വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഇതൊന്നും കാണിച്ചില്ല. ഇപ്പൊ ഗവർണറുടെ പദവിയിലാണ്. പിന്നെ ഗുരു പറയുന്നത് ശരിയാണ്, ഗവർണറുടെ പദവി കൊടുക്കുന്നത് ഒരു ഫാമിലി. വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡയറക്ടർ, മാനേജിംഗ് ജനറൽ മാനേജർ. സുപ്രീം കോടതി വോട്ടെടുക്കാൻ അവിടെ വലിയ കാര്യം വന്ന അവിടെ ഒറ്റ ഗവർണർ പദവിയാകാൻ ശമ്പളം ഒരുപാട് കുറിച്ച് കഴിഞ്ഞ കാശില്ലെന്നേ അതേകൊണ്ട് കുറെ ലക്ഷം സെക്രട്ടറിയിലേക്ക് കയറുന്ന പാസ് മുതൽ എന്തെങ്കിലും ഒന്ന് വയ്ക്കുന്നത്. അങ്ങനെ ഇത് ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവന് ഇവിടെ നിന്നാൽ മതിയായിരുന്നു. ഒരു നല്ല അവസ്ഥ എത്തുമായിരുന്നു. ഞാൻ ചോദിക്കും ഇപ്പൊ വന്ന് ചെയ്യുന്നില്ല എന്ന്. അവിടെ അന്നേരം കിടന്നിട്ട് പിന്നെ ഈ നാട്ടുവിട്ട് പിടിച്ച് തല്ലിയ പോവുക. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു, ഇവനൊരു കരച്ചിൽ ഒന്ന് കരഞ്ഞിട്ട് ഒറ്റ ശബ്ദം
ആയുമല്ല ഇനിയുമല്ല പോയുമല്ല. ഓ എന്താണെന്ന് വെള്ളം ഒന്ന് എടുത്തോളം ഇനി നമുക്ക് കടി വേണ്ട. അവന് ബിരിയാണി വാങ്ങിച്ചോളൂ. പറയണോ അതോടെ ദേഹം ചെയ്യുന്ന ഒരു ഗുരുവാണ്. അവനല്ല, അവന്റെ ലണ്ടൻ ചേട്ടൻ എഴുതണം. അയാള് ഇവൻ പഠിക്കുന്നു, ഇവർ രണ്ടുപേരും പഠിക്കുന്നു. അപ്പൊ ഇവിടെ വന്ന് ഇവിടെയൊക്കെ പോയി പഠിക്കാൻ പറഞ്ഞു. ഇവനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ഇവനെ ഉപദേശിച്ചു. ഇവിടെ നിന്നാണ് പഠിക്കുന്നു. എന്തൊക്കെയാണ് വിഷമം, സകല വിഷമം അവനെ എന്ന് പറഞ്ഞു. ഇനി എന്ത് തെളിവ് വേണം നിങ്ങൾ? ഞാൻ ചോദിക്കാനൊന്നും അറിയാനും പോയില്ല. ഞാൻ ഇവരുടെ കരുത്തിൽ കേട്ടപ്പോ മനസ്സിലായി ഇത് സംഗതി വിജയമാണ്. കഴിയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ശരിയാണ്. ഈ കഥത്തിലൊക്കെ വളരെ ബോധമില്ലാതെ കട്ടിലെ കമ്പ് ഗവൺമെന്റ് വളരെ കൈമുട്ടിയാണ്. എല്ലാവരും കൂടെ നിന്ന് താങ്ങിയെടുത്ത് ഈ തമാശ എന്താണെന്നറിയാം. ആളുകൾ ഇരുന്ന് ഓർമ്മ. എവിടെ ചിരിക്കുന്ന അപ്പൊ ഇത് പറയുന്ന എന്താണ്? അതിന്റെ ഗുരുപ്പൂര് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് അവരോട് എല്ലാവരും, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അതിന്റെ വലിപ്പം, അവർക്ക് പെട്ടെന്ന് പണം വേണം, പ്രതാപം വേണം. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളുള്ള പുറകെ അങ്ങനെ തോന്നുക. അതേ സമയത്ത് മാവൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ജനിച്ചവല്ല, ഇവിടെ ഈ തങ്ങൂഞ്ഞ് എന്തുണ്ടായിരുന്നു ആദ്യത്തെ കാലത്ത്? നിന്റെ അച്ഛനെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലേ? വിധി, അതെ, വിധിവിഹിതമായ കർമ്മം നമുക്ക് എവിടെ ഇരുന്നാലും വരും. പക്ഷെ അതിന് അടിയിൽ നമ്മൾ ചെയ്യേണ്ട വേല ചെയ്തോണം. അല്ലെങ്കിൽ കെട്ടം പൊങ്ങി വരുമ്പോ ഈ അടി പതർത്തു വീഴും. ഇതാണ് നമ്മുടെ രണ്ട് പിള്ളേരുടെ കാര്യം. പെട്ടെന്ന് തിരികെ ഇതുപോലെ അനവധി വീടുകൾ ഇങ്ങനെയുണ്ട്. ഞാനിതെന്തിന് നിങ്ങളോട് പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങളത് മനസ്സിലാക്കിയെടുത്തില്ലെങ്കിൽ
ഇത് മറ്റൊരു സന്യാസിക്ക് കൊണ്ടുവന്ന് തരാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസി വന്ന ആ പേരും പറഞ്ഞ് കുറച്ച് ജീവിച്ച് ഇപ്പൊ എന്താണ് ചട്ടമ്പിസ്വാമിയുടെയും ശ്രീശങ്കരന്റെയും നരേന്ദ്രന്റെയും കാര്യം കേരളത്തിലാണ് 3 പേരും ജനിച്ചത് അല്ലേ? ഈ കാര്യം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളേ ഉള്ളൂ. അല്ലാതെ ഇതെന്താണെന്ന് നോക്കിയ ആളുകളൊന്നും. നമ്മുടെ വാക്യം നമ്മൾ ഇത്ര മോശക്കാർ, അത് നിങ്ങൾക്ക് മനസ്സിലായത്. ഇതുകൊണ്ടാണ് ഈ ചട്ടമ്പിസ്വാമി ഈ താങ്കളുടെ വീട്ടിൽ കയറിയിട്ട് ഇറങ്ങിപ്പോന്ന് പന്നിച്ചേരി പണിയാണ്. ആ വലിയ എണ്ണിക്കാതെ പണിയാൻ പിന്നെ അതില് കഴിയെ നരേന്ദ്രസ്വാമി ഈ സമുദായത്തിൽ ഞാൻ ജനിച്ചുപോയതിന്റെ ഒപ്പാണ് എന്ന് പറയിപ്പിച്ചു. സ്വാമിയുടെ വന്ന ഇവർ ഇത്ര ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. സ്വാമി എന്താണെന്ന് പറഞ്ഞത് സ്വാമിയുടെ വലിയ അടുത്ത ശിഷ്യന്മാര് പോലും സ്വാമിക്ക് സിദ്ധിയുണ്ടെന്നല്ലേ ലഭിച്ചിരുന്നത്. അവസാനത്തെ ആവശ്യന്മാരും ഭഗവാനം പിടിച്ചോന്നെ സ്ത്രീയെ ഗുരുവിനത്തിരി ഭസ്മവും പോയി ആ എന്ന് പറയാൻ പോയി. അങ്ങനല്ല, ഗുരുവിന്റെ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞവരാ ആദ്യം പോയി അപ്പൊ കാണിച്ചതൊക്കെ കൃത്യമാണെന്നാണ് വെച്ചത്. അതെ അതെ ഇങ്ങനെ ആളുകളുടെ അപ്പൊ നമ്മളുടെ വെളിവുകേടാണ് ഈ പറയുന്നത്. നമ്മളുടെ ദേവനും ദേവിയും സകലതും നമുക്ക് കൊണ്ടുവന്ന് തരും, സകല പ്രപഞ്ചങ്ങളും അവരുടെ കയ്യിലിരിക്കുകയാണ് എന്ന് ധരിപ്പിച്ച ഒരു ജീവിതം നമ്മുടെ മുൻഗാമികൾ കൊണ്ടുവന്നിട്ടാണ്. ഇതാണ് ഞാൻ അത് മനസ്സിലായാലും ഇയാളോട് ഇത്രയും പേര് നിന്നപ്പോ ഞാൻ ചോദിച്ചാളാണ്. അല്ലാതെ പറയാനില്ല. എന്താണ് ആ കാണുന്നത്? ഇത് ഇവിടെ അവിടെ എന്തൊക്കെയുള്ളൂ ഈ വന്ന കൂട്ടത്തിൽ മുസ്ലിം വേറുണ്ട്. ഇത് അമൃതയുള്ളത് ഇങ്ങനെ അവരെയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഇതെങ്ങനെ എടുക്കേണ്ടവരാണ്. ഇത് എല്ലാ തരത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കുകയെന്നല്ലാതെ ഇതിനെ നിങ്ങൾക്ക് വിരുപൂജ ചെയ്ത് ഏൽപ്പിക്കുക. ഗുരുപൂജ ചെയ്യുന്നെന്ന് പറയുന്നത് ഗുരുവെ പൂജിക്കുക എന്നുള്ള അർത്ഥം ഒന്നുണ്ട്. അത് ശരിയാണ്. നിങ്ങൾ ഗുരുവെ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഈ ഗുരുവെ വിശ്വസിച്ചാൽ നിങ്ങളുടെ പൂർവികന്മാരും ആരാധിച്ച ഋഷി, സന്യാസി, ജ്ഞാനി, ഭക്തൻ, കർമ്മി, യോഗി, ദേവൻ, ഇത്രയും ദേവി, ഇത്ര എണ്ണം നിങ്ങളുടെ മുമ്പിൽ വരണം. അല്ലെങ്കിൽ അവൻ ഗുരുവല്ല. എന്ത് മനസ്സിലായി? നമുക്കതെന്ത് മനസ്സിലായി? അതായത് നമ്മുടെ പൂർവ്വ ആർജിതമായ നമ്മുടെ പൂർവികന്മാർ ഏതെങ്കിലും ഒരു പിതൃ നല്ലതില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നിടത്ത് ഇരിക്കാൻ. അഥവാ ജനിച്ചത് എന്തെങ്കിലും പദവിയിൽ വന്നെങ്കിൽ അതിനെ രോഗിയാക്കിയ വേറെ എന്തെങ്കിലും ആക്കി നശിപ്പിക്കും. അതാണ് ഇവന്റെ അമ്മ. ഇതിന്റെ മറ്റൊരു വശമാണ് പുളിമൂട്ടൻ. ഇതെന്താണ് ഞാൻ പറഞ്ഞത്? ഈ പെണ്ണിനെ
ജനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയാളെ വിളിച്ച അപ്പോഴവിടെ എത്തി പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് ഇന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം, നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ല, നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും കഴിയില്ല, ആരെങ്കിലും പറയുമായിരുന്നു. അവർക്ക് വേറെ മക്കൾ പറയാനുള്ളൂ. അത് കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഗതി വന്നു. വന്നെങ്കിലും ഒരു നല്ല ഒരു കലയില കുട്ടിക്ക് പോകാൻ കഴിഞ്ഞില്ല. കലയെന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലെ കർമ്മം. ആ കർമ്മകല മോശമാണ്. നമ്മളിപ്പോ നിയന്ത്രിക്കുന്ന ഇവിടെ പോലീസും പെട്രോളും അല്ലേ, അപ്പൊ നമുക്ക് അതൊക്കെ കലയല്ലേ നല്ലത്. നീതി ശക്തിയിൽ തന്നെ ഇതേപോലെ വിധത്തിന് കൊടുത്തെങ്കിലും നീതിന്റെ ശക്തിയല്ല, ഈ ഞാൻ പറഞ്ഞല്ലേ മുൻപ് ഒരു കഥ പറഞ്ഞു വന്നില്ലേ, അതിനാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഒരു നല്ല അമ്മ, ഒരു നല്ല അച്ഛൻ, അവരുടെ ജനനം കൊണ്ട് തന്നെ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ഒരു കർമ്മം അവര്. അപ്പൊ അങ്ങനെ ഒരു കുട്ടി നമുക്ക് ജനിച്ചാൽ ഈ കുട്ടി നല്ലതോ ചീത്ത കെട്ടതോ എന്താണെന്ന് മനസ്സിലാക്കി ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ട അത്രയാണ് ചെയ്തിട്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കരുതെന്നാണ് പറഞ്ഞു. ഞാനങ്ങനെ നാം സമ്പാദിച്ചു കൊടുക്കുന്ന കൊടുത്തോ, പക്ഷെ നമ്മൾ അവരോട് വാങ്ങിച്ചു കഴിയും. ഇത് ഗൃഹസ്ഥാശ്രമയുടെ ധർമ്മത്തിൽപ്പെട്ടതായിരിക്കും. ഇത് മനസ്സിലാകാൻ ഞാൻ ദൈവത്താണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെറുപ്പം വന്നിരുന്നു ഇപ്പൊ ആ വന്നപ്പോ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കുട്ടികൾക്ക് അത് വിനയപ്പെട്ടെടുക്കാനുള്ള ഒരു കർമ്മം നമ്മൾ കാണിക്കും. ഇത് നീ അത് അല്ല ഈ പറഞ്ഞ എന്താണെന്ന് നീ കേട്ടോ? എന്ത് പറ? അതായത് മെഴുകിന്റെ പുറത്ത് വെള്ളമൊഴിച്ച മതിയാവുക. എന്ത് ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. പറഞ്ഞൊക്കെ നീ കേട്ടോ? ഇങ്ങനെ ഞാനൊന്ന് കണ്ടാണ് വേറെ ഒന്ന് ചെയ്തിരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കി. നീ തയ്യാറല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ഞാൻ അത് അനുഭവിച്ചറിയാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. അതായത് നിങ്ങളെ ഇത്ര ചെറിയ കുട്ടിയില് ഇപ്പൊ കൊണ്ടുവന്ന് വളർത്തിയിട്ട് നീ മുഖേന നീ നിൽക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ വളർച്ച നിലനിൽക്കും. എന്റെ കർമ്മഗതി എന്താക്കി എടുക്കേണ്ട ആളാണ് എന്ന് അറിയേണ്ട കർമ്മമാണ് നീ അതെന്ത് ചെയ്തിരിക്കുന്നു ചിന്തിച്ചു. ഇത് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അബദ്ധങ്ങളൊക്കെ ചെയ്ത് ഇനി നീ ചെയ്യാതിരിക്കൂ. എപ്പോഴാണ് പറഞ്ഞത്? പറഞ്ഞപ്പോ ഇത് നീ ചെയ്യരുതാണ്. ഇതെന്താ? അതിന്റെ വാക്കാണ് നിന്റെ ചേട്ടൻ അവിടെ കട്ടപ്പനെ കിടന്ന് മുറിച്ച് കളഞ്ഞത്. ഇവന് ഒരു ഗുണമുണ്ടായി. ഇവന്റെ ചേട്ടൻ ഇവന് ഗവൺമെന്റ് പോയാൽ അവൻ ഈ ആസാമിലെ പാലാണെങ്കിൽ ദഹിക്കും. അങ്ങനെ എന്തോ അവിടെ നിന്ന് ഇരിക്കല്ലേ ദഹിക്കും, മറ്റേ എടുത്ത വയ്ക്കുകയായിരുന്നു. അവനോട് ചോദിക്കും വൈദ്യ വരെ എങ്ങനെ ഇരുന്നു.
പറയുന്ന ആളുകൾ മനസ്സിലാക്കാനല്ലേ പറയുന്നത്. ആഹാരം കഴിക്കുന്നില്ല. വെളിയിൽ പോയി കഴിക്കുമോ? വെളിയിൽ പോയാൽ കഴിക്കുമായിരുന്നു. അതെ, അങ്ങനെ വൈകാനും വിളിച്ചിട്ട് പോയി ഓപ്പറേഷൻ ആക്കും. അതെ, അത് പിന്നെ ഓപ്പറേഷൻ ഒരു സ്ഥലത്ത് ഒരു മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ആഹാരം കൊടുത്തിട്ടില്ല. ഇങ്ങനെ മാറി മാറി കഴിഞ്ഞ് 2 വർഷം പരീക്ഷ എഴുതാറായപ്പോഴത്തേക്ക് വൈദ്യുതി പോലെ കൊണ്ട് തോന്നുന്നു വന്നിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അന്നേരം വീട്ടിലെ ജീവിത രീതി വെച്ചുകൊണ്ട് പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. നേരെ എന്നെ ആശുപത്രിയിൽ പോയി. ഓപ്പറേഷൻ അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ നമുക്ക് ഒന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് നാട്ടുമത്തിന്ന് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ചെറിയ ഈ ആൾക്കാരും മാറ്റി മാറ്റി കഴിച്ചതുകൊണ്ട് ആ ഘട്ടം മാറി കിട്ടിയാൽ അതെ. നമുക്ക് അതിനകത്ത് സ്വിച്ച് നോക്കി എല്ലാം തുറന്ന് അതിങ്ങനെ അപ്പൊ ദുബാനത്തിൽ എന്താ ഇവനെ ഒന്നുമില്ല. ആഹാരം ഇന്നും കഴിക്കുന്ന പോലെ കഴിക്കരുത്. ആശ്രമത്തിലാണ് കഴിച്ചാൽ മതി. അതും കഴിക്കും. അതിന് ഞാനൊരു മരുന്നും പറഞ്ഞു. ഇവൻ അവിടെ പോയിട്ട് ആക്ടർ കിടന്നു ജനിച്ചൊരു കത്ത്, മനുഷ്യന് ജനിച്ച മക്കളാരും അവിടെ ഇല്ല. ശരിയല്ലേ? അറിയില്ല, മുടിക്കും പറയാൻ കേട്ടോ. ആ കത്തെനിക്ക് പറയാട്ടോ. പറഞ്ഞ് കത്തിങ്ങനെ കേട്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴേ ഞാനും അറിയുന്നത്. അപ്പോ അത് എഴുതേണ്ട തലേദിവസം ഒരു പ്രസ്താവമൊക്കെ കൊടുത്തു വിട്ട്. അപ്പൊ ഒരു വരികയായിരുന്നു. വരികയെന്ന് പറഞ്ഞപ്പോ ഇതിന്റെ തലയപ്പോ ഇങ്ങോട്ട് ഗുരു തിരിച്ചിരുമ്പോഴാണ് ലെറ്റർ കിട്ടുന്നത്. ഗുരു അവിടെ വന്നിട്ട് തിരിച്ചിരുമ്പോഴാണ് ലെറ്റർ തുടർന്ന് കിട്ടുന്നത്. അപ്പൊ അവിടെ വരുന്നതിന് മുമ്പാണ് ലെറ്റർ എഴുതി അയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ കൂടെയാണ് നമ്മൾ എഴുതാൻ പറയുന്നത്. ഗുരുവിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വാക്കാണ് സത്യം എന്നുള്ള അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. എല്ലാം പറഞ്ഞ ആളില്ല. മനസ്സ് എന്റെ വാസനയല്ലേ. ഞാൻ പിടിച്ചിരുന്നു അത് പറഞ്ഞു. അതിപ്പോഴും വലിയ ആഗ്രഹമായിരുന്നു. അവർ മറ്റേ പാർട്ടിയെ കിട്ടുമ്പോൾ പാർട്ടിയൊക്കെ മാറി മാറ്റിമാറിക്കൊണ്ടായിരുന്നു. അത് പുറത്തെ അടക്കം ഞാൻ പറഞ്ഞ എന്താണ്, ഇത് എന്റെ ഒരു അനുഭവം. ഇതാ കുടുംബത്തിലെ സകല എണ്ണത്തിന്റെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്ത മാതിരി വന്നതാണ്. അതാണ് ഈ പിള്ളേർ രണ്ടോടും പോയത്. ഇവരും
ഇടയ്ക്ക് കുറേ നന്നാക്കാനും കുടിക്കാൻ കഴിയും. നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത്? ഞാനിത് നിങ്ങളോടൊരു ഉപാധി പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്താനോ നിങ്ങളെ നല്ലത് പറഞ്ഞ് വലുതാക്കാനോ ഒന്നും ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ഞാൻ ഒരു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതെടുക്കാൻ നിങ്ങളുടെ അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് സാധാരണ ലോകത്താർക്കും ചെയ്യാവുന്ന ഒരു ജന്മമല്ല. ഇത് നമുക്ക് മനസ്സിലാക്കി. അതെ, ഗുരുപൂജ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാകണ്ടേ? ഗുരുപൂജ പല രീതിയിലും അവർക്ക് ഇപ്പൊ ബദരീനാഥൻ മുതൽ ഇപ്പൊ നമ്മുടെ ഗുരു സ്ഥാനവും വിചാരിക്കുന്നു പല സ്ഥലത്തും ഗുരുപൂജ ചെയ്യുന്നു. അവർക്കൊന്നും ചെയ്യാനുള്ള അവകാശം ഇല്ല, ഈ പേര് പറഞ്ഞ് പല പേര് വേണം. ക്ഷേത്രം ഉണ്ടാക്കാൻ ചെയ്യുന്നു. ഗുരുപൂജയുണ്ടെന്ന് അത്രയും ഗുരുപൂജയായി ഗുരുപൂജ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയരുത്. നമ്മൾ അങ്ങനെ പറഞ്ഞ് താഴെയാക്കും. ബദറി കുട്ടിയെന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങള് ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ദേവന് ദേവിയും അതുപോലെയുള്ള ഭൂവേനാളുടെ ജീവനെയും മുത്തിരിപ്പതിക്കുന്ന ഒരു കർമ്മമാണ് ഇത്. എങ്ങനെ പറയാവും? ഞാനിങ്ങനെ പറയും, ബദർ കുട്ടി എന്ന് പറയും. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയണം? എനിക്കത് പറഞ്ഞു. പക്ഷെ ഞാനായിട്ടത് പറയാതെ നിങ്ങൾ ചെയ്യണ്ട. ഇത് നിങ്ങളുടെ മക്കളിലേക്ക് പകർത്തി കൊടുത്തിട്ട് ഇവര് മുഖേന ലോകം അറിയണം. ഇതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ടല്ല, ഇത്രയും പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ തന്നെ ഒരു സെന്റ് ഭൂമിയില്ല. ആശ്രമത്തിൽ വാങ്ങിച്ചത് അത്രയും പണയത്തിന് വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലായിട്ട് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാകണം. ഒരു സെന്റ് ഭൂമി വരെ ഇയാളെ കടപ്പെടുത്തി എന്തെങ്കിലും ചെയ്യുമ്പോ മനസ്സിലാക്കണമെന്നാണ്. നമ്മൾ ഇതിങ്ങനെ പണയപ്പെടുത്തി ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നവൻ ഈ വൈദ്യുതി ശരിയാക്കുന്നു താഴ്ന്നു തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അതിന് വന്നതാണ്. അപ്പൊ ഞാൻ എനിക്ക് എന്റെ കാര്യം പറയേണ്ടതാണ്. എന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ കാര്യം ഞാൻ
ഇത് നമുക്ക് മനസ്സിലായിട്ട് ഇതാണ് എന്നോട് പറഞ്ഞത്, നീ അങ്ങനെ ആഗ്രഹിക്കണ്ട, വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗുരു അങ്ങനെ പറഞ്ഞു. അല്ല, ഗുരു അനുവാദം കൊടുക്കും. അപ്പൊ നമ്മളുടെ അപ്പൊ നമ്മളുടെ ഈ പിതൃശുദ്ധി എന്ന് പറയുന്നത് കേൾക്കണം. നമ്മള് ഇത് ഇപ്പൊ നിങ്ങളവിടെ കിടങ്ങാൻ പോകുമ്പത്ത് അല്ലെങ്കിൽ മുല്ലയ്ക്ക് എന്തൊക്കെയാ ചെയ്യുക?